ഞങ്ങൾക്ക് ഈ താക്കീതുകാർ കടന്നു വന്നുകൊണ്ട് ഈ നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ ഞങ്ങൾ അവരോട് തിരിച്ചു പറഞ്ഞിരുന്ന ഒരു സംസാരമുണ്ട്. നിങ്ങളൊക്കെ കള്ളമാണ് പറയുന്നത്. ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാരായിക്കൊണ്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമുണ്ട്, ഒരു ദീനുണ്ട്. അതിൻ്റെ അപ്പുറം വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല, അതിനപ്പുറം വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ തള്ളിക്കളയുകയും അവരെ ഞങ്ങൾ ആട്ടിയോടിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അള്ളാഹു പുതിയതായി ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. നിങ്ങളാണ് വഴികേടിലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ കാതുള്ള സകല മനുഷ്യരുടെയും കാതുകളിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിൽ ഈ ഒരു ആദർശത്തെ എത്തിച്ചു തരിക എന്ന ദൗത്യമാണ് ഇവിടെയും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ലോകത്ത് അള്ളാഹു നമ്മളെ തലമുറകളായി സംവിധാനിച്ചത് തലമുറകളായി ജീവിക്കുന്ന ഒരു വർഗമായി കൊണ്ട് മാനവ സമൂഹത്തെ അള്ളാഹു സംവിധാനിച്ചത് തിന്നുവാനും കുടിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടി മാത്രമല്ല, മറിച്ച് മരണത്തിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ജീവിതത്തെ ക്രമപ്പെടുത്താനാണ്. മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. എല്ലാ മനുഷ്യരും ലോകത്തോട് വിട പറയുന്നവരാണ്. ലോകത്ത് മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും സമ്മതിക്കുന്ന, എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യമാണ് മരണപ്പെടും എന്നുള്ളത്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, അതിനെ അംഗീകരിക്കാത്ത ആരും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. കാരണം മരണത്തെ മനുഷ്യർ കണ്ടുമുട്ടുകയാണ്, മരണത്തെ മനുഷ്യർ ആസ്വദിക്കുകയാണ്. മരണത്തിൻ്റെ ആസ്വാദനങ്ങൾ അതേ മനുഷ്യർ ഓരോരുത്തരും പ്രിയമുള്ളവരെ അനുഭവിക്കുകയാണ്. ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളോട് നിരന്തരം അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മരണപ്പെടും. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരാകണം. എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് ലോകത്തൊരാൾക്കും പറയാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, എത്രയെത്ര വാർത്തകളാ നമ്മൾ കണ്ടത്. നമ്മുടെ അടുത്ത പ്രദേശമായ വയനാട് ജില്ലയിൽ പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ എത്രയെത്ര കുടുംബങ്ങളാണ്. പ്രിയമുള്ളവരെ, രാത്രിയുടെ അന്ത്യയാമങ്ങളായപ്പോ അവരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് അവർ പാർക്കുന്ന ആ പ്രദേശം മുഴുവൻ, അവിടെ ആളുകൾ പോലും പാർത്തിരുന്നോ, അവിടെ നിവസിച്ചിരുന്നോ എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിലതാ ഭീകരമായ ഉരുൾപൊട്ടലുണ്ടായി. ലോകത്തോടവർ വിട പറഞ്ഞു പോവുകയാണ്. അവർ വിചാരിച്ചിരുന്നുവോ ഞങ്ങൾ നാളത്തെ പ്രഭാതത്തിൽ ലോകത്തുണ്ടാവുകയില്ല എന്ന് അവരാരെങ്കിലും കരുതിയിരുന്നോ? പ്രിയമുള്ളവരെ, ഇല്ലല്ലോ. എന്തെല്ലാം താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു, എന്തെല്ലാം പ്ലാനിങ്ങുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയിക്കപ്പെട്ട അവധിയെത്തിയപ്പോൾ ഈ ലോകത്തോടവർ വിട പറഞ്ഞു പോവുകയാണ്. എത്രയെത്ര മരണങ്ങളാ നമ്മൾ കാണുന്നത്, എത്രയെത്ര ജനാസകളുടെ കൂടെയാ നമ്മൾ യാത്ര പോകുന്നത്, എത്രയെത്ര ആളുകളെയാണ് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്, എത്രയെത്ര ആളുകളാണ് പ്രിയമുള്ളവരെ ഈ മരണത്തിന്റെ വേദനകൾ ആസ്വദിക്കുന്നതിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു ദിവസം നമ്മുടെയും ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യം എവിടെയാണ് നമുക്കറിയില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ടാ മരണപ്പെടുക എന്ന് ലോകത്തൊരാൾക്കും പറയാൻ സാധ്യമല്ല. ഒരാളും പ്രിയമുള്ളവരെ എപ്പോഴാണ് മരണപ്പെടുക, എവിടെ വെച്ചുകൊണ്ടാ മരണപ്പെടുക എന്ന് ലോകത്തൊരു പ്രവചകന്മാർക്കും പറയാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പതാ പ്രിയമുള്ളവരെ പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് അതേ 4 കുട്ടികളതാ ഒരു ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ലോകത്തോട് വിട പറയുകയാണ്.
എന്തെല്ലാം പ്രതീക്ഷകളുമായി മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. തൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. സ്വന്തം അറ്റവരെ ഉടയവരെ അതേ പുറത്തെടുക്കുമ്പോൾ പോലും ഇതെന്റെ കുടുംബക്കാരിയായ കുട്ടിയാണല്ലോ എന്ന് പോലും അറിയാതെ ആ കുഞ്ഞിനെ എടുക്കുകയും പിന്നീട് വാവിട്ട് കരയുകയും ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കുമില്ലേ മക്കള്, നമുക്കുമില്ലേ കുടുംബങ്ങള്? ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയം എപ്പോഴാണ്, ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? അതുകൊണ്ട് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല. ഈ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സദാസമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഓരോ വിശ്വാസികളും അവന്റെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇതും പറഞ്ഞുകൊണ്ടല്ലേ കിടക്കപ്പായിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത്. പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അടുത്ത പ്രഭാതത്തിലേക്ക് ഇതാ എനിക്ക് നീ ആയുസ് ദീർഘിപ്പിച്ച് നൽകിയിരിക്കുകയാണ്. നന്മകൾ ചെയ്യാനുള്ള പുതിയ പ്രഭാതത്തിലേക്ക് എനിക്ക് ആയുസ് നൽകിയിരിക്കുകയാണ്. തൗബ ചെയ്യാനുള്ള അവസരം എനിക്കിതാ ഇനിയും നീ നൽകിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള അവസരം ഇതാ എനിക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം എനിക്ക് ജീവൻ നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഅ്മിൻ എഴുന്നേൽക്കുമ്പോ അവന്റെ മനസ്സിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയാണ്. അവന്റെ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോഴും അല്ലാഹുവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ എൻ്റെ ശരീരത്തെ ഞാനിതാ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, അതിന് നീ കാരുണ്യം നൽകണേ. നാളത്തെ പ്രഭാതം എനിക്ക് നൽകുകയാണെങ്കിൽ അതിന് നീ സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഓരോ മുഅ്മിനും കിടക്കപ്പായിലേക്ക് ചെല്ലുന്നതും അവൻ വാഹനത്തിൽ കയറുമ്പോഴും ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഞാൻ എൻ്റെ റബ്ബിലേക്ക് നീങ്ങുന്നവനാണ്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് യാത്ര പോകേണ്ടവനാണ്. ഈ ബോധത്തോടു കൂടെയാണ് ഓരോ മുഅ്മിനുകളും അവൻ്റെ ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞുകൂട്ടേണ്ടത്. അതിനു വേണ്ടിയാണ് ആ മരണത്തിനെ ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ മുഅ്മിനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. വിശ്വാസികളോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ സുഖ സൗകര്യങ്ങളെയും എല്ലാ ആനന്ദങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ. ആരാ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, എവിടെ വെച്ചുകൊണ്ട് നമ്മൾ മരണപ്പെടേണ്ടി വന്നാലും, എവിടെ വെച്ചുകൊണ്ട് നമ്മൾ മരണപ്പെടേണ്ടി വന്നാലും, എവിടെ മരണപ്പെടുന്നു എന്നത് ഇസ്ലാമിൽ പ്രസക്തമല്ല. എവിടെ വെച്ചുകൊണ്ടാണോ നമ്മൾ മരണപ്പെടേണ്ടത്, അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥലത്തേക്ക് നമ്മളൊരു യാത്ര പോകും. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് വെച്ചാ നമ്മൾ മരണപ്പെടുക. നമ്മുടെ വീടിന്റെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട്, നമ്മുടെ വീടിന്റെ പൂവുകത്ത് കിടന്നുകൊണ്ട്, നമ്മുടെ മക്കളെയെല്ലാം കണ്ടുകൊണ്ട്, നമ്മുടെ ഇണകളെ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി വിട പറയാം എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലമുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്. അവിടേക്ക് എത്തിപ്പെട്ടുകൊണ്ട് അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ മരണപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്നു എന്നത് പ്രസക്തമല്ല. എവിടെ വെച്ചുകൊണ്ട് മരണപ്പെടേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എവിടെ വെച്ചുകൊണ്ട് മരണപ്പെടേണ്ടി വന്നാലും മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുതേ.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമല്ലേ? ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ മുഅ്മിനും ജീവിക്കേണ്ടത്. കാരണം അവനവന്റെ അവസാന സമയം നോക്കിക്കൊണ്ടാണ് നാളത്തെ പരലോകത്തിന്റെ വിജയം. നാളത്തെ പരലോകത്തിന്റെ വിജയം അവനവന്റെ ജീവിതത്തിന്റെ അവസാനം എന്ത്, അന്ത്യമെന്ത് എന്ന് നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തോട് വിട പറയേണ്ടി വരുമ്പോൾ മുഅ്മിനായി കൊണ്ടാണോ വിട പറയുന്നത്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, തിന്മയിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നുകൊണ്ട്, നന്മയുടെ വക്താക്കളായിക്കൊണ്ട്, പരിപൂർണമായി റബ്ബിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, അതേ കീഴൊതുങ്ങിയ മനസ്സുമായി, കീഴൊതുങ്ങിയ ഹൃദയങ്ങളുമായി കൊണ്ട്, ആത്മീയമായ റബ്ബിന്റെ ആ ഓരോ കാര്യങ്ങളെയും സ്വീകരിച്ചുകൊണ്ട്, ആ നിലക്ക് മുഅ്മിനായിക്കൊണ്ട്, മുസ്ലിമായിക്കൊണ്ട് വിട പറയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അവരാണ് വിജയിക്കുന്നവർ. ഈ ഒരു ഭയം പ്രിയമുള്ളവരെ, എങ്ങനെയാകും അന്ത്യം എന്നുള്ള ഒരു ഭയം, അത് പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിരുന്നു എന്നാണ്. പ്രവാചകന്മാർ ആരാണ്? പ്രവാചകന്മാർ സാധാരണക്കാരാണോ? പ്രിയമുള്ളവരെ, അവരൊന്നും സാധാരണക്കാരല്ല. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന മഹാന്മാരായ, മഅസൂമകളായ മഹാന്മാരായ വ്യക്തിത്വങ്ങളാണ്. പക്ഷേ അവര് പോലും റബ്ബിനോട് തേടിയ തേട്ടമെന്തെന്നറിയുമോ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടുന്ന തേട്ടം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അദ്ദേഹം റബ്ബിനോട് തേടുകയാണ്, പടച്ച റബ്ബേ, എന്നെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകൾ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ. പ്രിയമുള്ളവരെ, പ്രവാചകന്മാർക്ക് പോലും ആ ഒരു പേടിയുണ്ടായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എത്ര പേടിക്കണം? മുസ്ലിമായി കൊണ്ടാണോ നമുക്ക് മരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? നമ്മുടെയൊക്കെ അന്ത്യം എങ്ങനെയാകുമെന്നുള്ളത് ഏറെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? മുസ്ലിമായി കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടത്. പേരുകൊണ്ട് മുസ്ലിമായത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അവിടുന്ന് പഠിപ്പിച്ച ആചാരങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, അങ്ങനെ കീഴൊതുങ്ങിയ മനസ്സുമായി കൊണ്ട് റബ്ബിലേക്ക് എല്ലാ വിധിവിലക്കുകളെയും അനുസരിച്ച് ജീവിക്കുന്നവനായ ഏറ്റവും നല്ല അടിമയായിക്കൊണ്ട്, മുസ്ലിമായിക്കൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിയുന്നുവോ, അവർക്കാണ് നാളെ പരലോകത്തെ വിജയമുള്ളത്, അവർക്കാണ് നല്ല ഒരു അന്ത്യമുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലയോ കുറ്റവാളികളെ, പാപികളെ, നിങ്ങൾ മാറി നിൽക്കൂ. ഈ മുത്തഖീങ്ങളായ മുഅ്മിനുകളായ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ നാളെ പരലോകത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നത്. അത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നത്. അത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമായാൽ പ്രിയമുള്ളവരെ, നമുക്ക് നല്ല ഒരു അന്ത്യം ലഭ്യമാകുന്നതാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാർ അവരുടെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ അവസാന സമയത്ത് അവരുടെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ തഅബുദൂന മിൻ ബഅദീ. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സന്ദർഭത്തിൽ അവരുടെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവർ കൊടുക്കുന്ന മറുപടിയുണ്ട്. നഅബുദു ഇലാഹക വ ഇലാഹ അബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് നബിയോട് മക്കൾ പറയാണ്, ഉപ്പാ, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനോട്, നിങ്ങളുടെ ഇലാഹായ അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവരുടെയൊക്കെ ഇലാഹില്ലേ, ആ ഏക ഇലാഹ്, ആ ഏക ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്ന്
ആ മക്കൾ നൽകുന്ന മറുപടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ രക്ഷിതാക്കളായ പ്രവാചകന്മാർക്ക് പോലും ഒരു ഭീതിയുണ്ടായിരുന്നു. നാളെ പരലോകത്ത് എന്റെ മക്കൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുമോ, എന്റെ മക്കളെങ്ങാനും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തെറ്റിപ്പോകുമോ? എന്റെ രക്ഷിതാക്കളെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഭീതിയുണ്ടായിട്ടുണ്ടോ, ആ ഒരു പേടിയുണ്ടായിട്ടുണ്ടോ? അവനവന്റെ മക്കളെ നമ്മൾ ദീന് പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ അറിയുന്ന മക്കളുണ്ടോ നമ്മൾക്ക്? തൗഹീദ് അറിയുന്ന മക്കളുണ്ടോ നമ്മൾക്ക്? ദീന് പഠിപ്പിക്കുന്ന എത്രയെത്ര സ്ഥാപനങ്ങളുണ്ട്, ദീന് പഠിപ്പിക്കാൻ എത്രയെത്ര സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മക്കളെ അതിന് വിടാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എഞ്ചിനീയർമാർ നമുക്കുണ്ട്, ഡോക്ടർമാർ നമുക്കുണ്ട്, മറ്റു തല പ്രൊഫഷനുകളിലും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആളുകൾ നമുക്കുണ്ട്. പക്ഷേ ദീനറിയുന്ന മക്കളുണ്ടോ? ആ ഒരു പേടി പ്രവാചകന്മാർക്ക് പോലും തന്റെ മക്കളെങ്ങാനും തെറ്റിപ്പോകുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ് അവരുടെ അവസാന സമയത്ത് പോലും മക്കളോട് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും വിട പറഞ്ഞു പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല ഒരു അന്ത്യം ലഭ്യമാകണമെങ്കിൽ, നല്ല ഒരു മരണം നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമൂ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവൻ ആരോ? പ്രിയമുള്ളവരെ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാത്ത മുസ്ലിങ്ങളായ ആരാണ് ലോകത്തുള്ളത്? എല്ലാവരും പറയുന്നത് റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് തന്നെയാണ്. അത് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു തന്നെ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അധികം ആളുകളും അല്ലാഹുവിൽ ആ പ്രഖ്യാപനം നടത്തുന്നത് അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് തന്നെയാണ്. അല്ലാത്തവരോട് അവൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്, അല്ലാഹു അല്ലാത്തവരിൽ അവർ തവക്കുലാക്കുകയാണ്. ഇവിടെ വിശദമായി കൊണ്ട് വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല, അതിൽ അടിയുറച്ചു നിൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സുമ്മസ്തഖാമൂ ആ പ്രഖ്യാപനത്തിൽ ആരാണോ അടിയുറച്ചു നിൽക്കുന്നത്, ഏത് പ്രതിസന്ധികൾ വന്നാലും എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഏതൊരു മുഅ്മിനുണ്ടോ, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും എനിക്കെന്റെ അല്ലാഹു മതി എന്ന് പറയുന്ന ഏതൊരു മുഅ്മിനുണ്ടോ, അവർക്കാണ് നല്ല ഒരു അന്ത്യമുള്ളത്. അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലായികത്തുകൾ കടന്നു വന്നുകൊണ്ട് അവരോട് പറയുന്ന ഒരു സംസാരം, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് വേദന വേണ്ട, നിങ്ങൾ വിട്ടുപോരുന്ന നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ദുഃഖം വേണ്ട. മറിച്ച് നിങ്ങൾക്ക് ഇതാ കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളാണ്. അബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്കിതാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകുകയാണ്. നിങ്ങൾക്കിതാ സ്വർഗത്തിലേക്കാ നിങ്ങൾ കടന്നു വരുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, മുഅ്മിനാകണം. ഏകനായ റബ്ബിലേക്ക് മാത്രം ഹൃദയം കേന്ദ്രീകരിക്കപ്പെടണം. ആ റബ്ബിനോട് മാത്രം തേടണം, ആ റബ്ബിലേക്ക് മാത്രം ഇസ്തിഗാസ നടത്തണം, ആ റബ്ബിനെ പിടിച്ചു മാത്രം സത്യം ചെയ്യണം, ആ റബ്ബിലേക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ആ നിലക്ക് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അവർക്കാണ് പ്രിയമുള്ളവരെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട്, മരണത്തിന്റെ മലായികത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട്
പറഞ്ഞുകൊണ്ട് അവരോട് ഈ സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അവരുടെ ആത്മാവിനെ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് എത്ര നിസാരമായി കൊണ്ടാണോ അതുപോലെ അവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മുഅ്മിനേ, അത്ര ലാഘവത്തോടുകൂടി ഈ അത്ര നിസാരമായി കൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവരുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗവും അല്ലാഹു പറയുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. നബിയെ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഇദ് യതവഫല്ലദീന കഫറൂ, നിഷേധികളായ ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗം തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ മുഖങ്ങളിലും അവരുടെ പാർശ്വങ്ങളിലും അടിക്കുകയാണ്, അതിശക്തമായി പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയല്ലാത്ത മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോ പ്രിയമുള്ളവരെ, അവർ അനുഭവിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പടച്ചറബ് പറയുന്നത്. അവരുടെ മുഖത്തേക്ക് മലക്കുകൾ അടിക്കുകയാണ്. ഭീകരരൂപികളായ ദുർഗന്ധം വമിക്കുന്ന ഉടയാടകളുമായി കൊണ്ട്, നരകത്തിന്റെ ഉടയാടകളുമായി കൊണ്ടാണ് മുഅ്മിനല്ലാത്ത മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ മലായികത്തുകൾ കടന്നു വരുന്നത്. അങ്ങനെ ആ മലക്കുകൾ അവന്റെ പാർശ്വങ്ങളിലും അവന്റെ മുഖങ്ങളിലും അടിച്ചുകൊണ്ടാണ് അതേ അവന്റെ ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ആത്മാവിനെ പിടിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാലു ഭാഗത്തും ഇരുമ്പ് ദണ്ടുകളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ട്, ഇരുമ്പ് കൊളുത്തുകളുള്ള ഒരു ദണ്ട്, അത് നനഞ്ഞ പഞ്ഞിക്കെട്ടിലൂടെ വലിച്ചെടുക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. ഏത് മരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏത് മരണമാണ് ആഗ്രഹിക്കുന്നത്? രണ്ട് രൂപത്തിലുള്ള മരണമേ മനുഷ്യനെ കാത്തിരിക്കുന്നുള്ളൂ. ഒന്നുകിൽ മുഅ്മിനിന്റെ മരണം, അല്ലെങ്കിൽ മുഅ്മിനല്ലാത്തവന്റെ മരണം. ഈ രണ്ടിലധികമുള്ള മൂന്നാമത്തെ രൂപത്തിലുള്ള ഒരു മരണം മനുഷ്യരെ കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് മുഅ്മിനായ മരണമാണ്, മുഅ്മിനായ മനുഷ്യരുടെ മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന് ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാകണം, വിശ്വാസങ്ങൾ കൃത്യമാകണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ആചാരങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിലാകണം. അതല്ലാത്ത രൂപത്തിൽ നമുക്ക് തോന്നിയ അമലുകൾ നന്മയെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൂടാ. അത് അല്ലാഹു നാളെ പരലോകത്ത് സ്വീകരിക്കുകയില്ല. അമിലത്തുൻ അസിബാ തസ്ലാ നാറൻ ഹാമിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതാ പ്രവർത്തിച്ച് ക്ഷീണിച്ച ധാരാളം ആളുകള് നാളെ പരലോകത്ത് വരികയാണ്. നന്മയെന്ന് വിചാരിച്ചുകൊണ്ട് പലതും ചെയ്തു പോയവരാണ്. അവർ പലതരത്തിലുള്ള ദിക്റുകളും ചൊല്ലിയവരാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതല്ല. അവർ നാരിയ സ്വലാത്ത് ചൊല്ലിയവരാണ്, കഞ്ചുൽ അർശ് ചൊല്ലിയവരാണ്, അഗ്ലബുസ് സ്വലാത്ത് ചൊല്ലിയവരാണ്. 10,000 സ്വലാത്തുകൾ കൂട്ടം കൂടിക്കൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് പ്രത്യേകമായ ദിവസം നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലിയവരാണ്. പക്ഷേ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്നും അതിലേക്ക് ഇനി കടത്തിക്കൂട്ടാൻ ലോകത്തൊരാൾക്കും അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ ദീന് അത് വളരെ കൃത്യമായി കൊണ്ട് പരിപൂർത്തീകരിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് മാത്രമേ ദീനായിക്കൊണ്ട് ആചരിക്കാവൂ പ്രിയമുള്ളവരെ. അല്ലാത്ത നിലക്ക് പരലോകത്തേക്ക് എത്തിപ്പെട്ടാൽ നാളെ പരലോകത്ത് രക്ഷയില്ല. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ, നബിയെ ചോദിക്കവരോട്, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ.
അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് പലതും ചെയ്തു പോയവരാണ്. അവർ വിചാരിച്ചത് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നന്മയാണ് എന്നാണ്. പക്ഷേ എല്ലാം പിഴച്ചുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളുമാണ് നന്മയെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്തു പോയത്. അവരെല്ലാം നാളെ പരലോകത്ത് നഷ്ടക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്തൊന്ന് മതമായി പഠിപ്പിച്ചുവോ അതാണ് നമ്മൾ മതമായി ആചരിക്കേണ്ടത്. അതല്ലാത്തൊന്നും മതമായി ആചരിച്ചുകൂടാ. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായ മേഖലയിൽ വിശുദ്ധിയുണ്ടാകണം. എല്ലാ രംഗത്തും ഇസ്ലാമികമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ രംഗത്തും ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വേഷവിധാനങ്ങൾ മുതൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അവൻ സ്വീകരിക്കേണ്ട ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ആ ധാർമ്മികമായ വശങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നമ്മുടെ നാടുകളിലുള്ള വിവാഹങ്ങളുടെ അവസ്ഥ എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും നല്ല നിക്കാഹ്, ഏറ്റവും നല്ല വിവാഹം, ഏറ്റവും ലളിതമാണ് എന്ന് പഠിപ്പിച്ചു പോയ ഈ ഇസ്ലാം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഒരു മുഖവിലക്ക് പോലും എടുക്കാതെ ആർഭാട വിവാഹങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹറാമായ കാര്യങ്ങൾ പോലും വിവാഹ വേദികളിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡ് ടു ബി ആണ്, ഗ്രൂം ടു ബി ആണ്, ആർഭാടങ്ങളാണ്, സംഗീതങ്ങളാണ്, മ്യൂസിക്കുകളാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് വിരോധിച്ച കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ വിവാഹ വീടുകളിൽ കൊണ്ടുവരുന്ന മുസ്ലിം സമുദായമല്ലേ ഇത്രയധികം മലീമസമായ രൂപത്തിലുള്ള വിവാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആരെയാണ് നമ്മൾ കൊച്ചാക്കുന്നത്? ഏതിനെയാണ് നമ്മൾ പരിഹസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയാണ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമ്മൾ പരിഹസിക്കുന്നത്. അതല്ലേ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള വിവാഹങ്ങളുടെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? ആർഭാട വിവാഹങ്ങളാണ് അല്ലേ? വിവാഹം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വരനും വധുവും തമ്മിൽ ഒരു വലിയന്റെ പ്രിയമുള്ളവരെ അനുവാദത്തോടുകൂടി ഒരു മഹർ നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് വിജാബും കബൂലും നടത്തിക്കൊണ്ട് വിവാഹം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പുരുഷന് ഒരു സ്ത്രീയെ അനുവാദമാവുകയുള്ളൂ. ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ആ നിലക്കുള്ള ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനും ആ നിലക്കുള്ള ഒരു ഭാര്യ ഭർത്തൃ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുവാനും ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? എന്തെല്ലാം ആചാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വൈവാഹിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ദുരാചാരങ്ങളാണ്! അതേ, വിവാഹം കഴിയുന്നതിന്റെ മുമ്പേ ഭർത്തൃ വീട്ടിൽ പോവുകയാണ്, ഭാര്യ വീട്ടിൽ വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഭാര്യ വീട്ടിൽ വന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ആ നിലക്ക് ഭാര്യ ഭർത്താക്കന്മാർ പോലെയുള്ള ആ ഇടകലരുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രിയമുള്ളവരെ നിഷിദ്ധമായ കാര്യങ്ങൾ ആ വീടുകളിൽ നടക്കുകയാണ്. മാത്രമല്ല മ്യൂസിക്കുകളാണ്, വിവാഹ ആർഭാടങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇത്? ഓരോ മുഅ്മിനും ആലോചിക്കേണ്ടതുണ്ട്, ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള ആർഭാട വിവാഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഓരോ രംഗത്തും ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം പുറങ്കാലുകൊണ്ട് നമ്മൾ തൊഴിച്ചു കളയുകയാണ്. അവിടെയൊന്നും ഇസ്ലാമില്ല, അവിടെയൊന്നും ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല, വൈവാഹിക രംഗത്ത് മാത്രമല്ല, മറ്റു പല മേഖലകളിലും ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ അവിടെ ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളാണ്. ഇസ്ലാമിൽ ബർത്ത്ഡേക്ക് ഒരു സ്ഥാനവുമില്ല പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബികൾ പഠിപ്പിച്ചിട്ടില്ല, തബഉ താബികൾ പഠിപ്പിച്ചിട്ടില്ല. അത് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ ഇന്ന് മുസ്ലിം സമുദായമാണ് കേക്ക് മുറിക്കുന്നത്. അവനവന്റെ മക്കളുടെ ആ രൂപത്തിലുള്ള ബർത്ത്ഡേ ആഘോഷിക്കൽ, അത് കുടുംബത്തിൽ അത് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് കേക്ക് മുറിക്കൽ, അതൊരു ആചാരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ചതല്ല, അതൊന്നും ഇസ്ലാമികമായ സംസ്കാരമല്ല. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും
ഓരോ കാര്യങ്ങളിലും പ്രിയമുള്ളവരെ ഇസ്ലാമിക വിരുദ്ധമായ രൂപങ്ങളാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? അതും മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. തന്റെ പിതാവിന്റെ, തന്റെ മാതാവിന്റെ, തന്റെ നാട്ടുകാരുടെ, കൂട്ടുകാരുടെ അവരുടെ എല്ലാം ഖബർ കാണുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കും ഓർമ്മയുണ്ടാകും, ഞാനും ഈ 6 അടി മണ്ണിൽ കിടക്കേണ്ടവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫസൂറുഹാ. അതെ, ആദ്യം ഖബർ സിയാറത്തിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ചിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഫസൂറുഹാ, അറിയണേ, ഇനി മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. അതെന്തിനു വേണ്ടിയാണ്? മുറാദ് ഹാസിലാകാൻ വേണ്ടിയല്ല. ഖബർ സിയാറത്ത് ചെയ്യുന്നത് അവനവന്റെ പ്രയാസങ്ങൾ ഖബറാളിയോട് പറയാൻ വേണ്ടിയല്ല, അവനവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അവിടെ അഴിച്ചു വെക്കാൻ വേണ്ടിയല്ല, അവരോട് തേടാൻ വേണ്ടിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബർ സിയാറത്ത് തുദക്കിറുകുമുൽ മൗത്ത് തുദക്കിറുകുമുൽ ആഖിറ തുദ്മിഉൽ ഉയൂൻ. വ്യത്യസ്തമായ ഹദീസുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാ, മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാനാണ്. അതുപോലെ തന്നെ കണ്ണുകളെ ഈറനണിയിക്കാനാ, അതിനു വേണ്ടിയാണ് ഖബർ സിയാറത്തെങ്കിൽ അതാണ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു പോയതെങ്കിൽ ആ ലക്ഷ്യം ഇന്ന് അറിയിരിക്കുന്നു. ഇന്ന് സിയാറത്ത് ടൂറുകളാണ്, ഇന്ന് കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങളാണ്, അവിടെ പോയി തവാഫാണ്, അവിടെ ചുംബനം നടത്തുകയാണ്, അവിടെയുള്ള ഏതെങ്കിലും പുറത്തുള്ള പുതപ്പ് കൊണ്ട് ജാറം മൂടുകയാണ്, അവിടെ അവിടെ തിരികത്തിക്കുകയാണ്, അവിടെ നിന്ന് എണ്ണ കുടിക്കുകയാണ്, അവിടെ ജാറം മൂടുകയാണ്, അവിടെ അതാ പല നിരക്കുള്ള നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്, അവിടെ ഉറൂസ് കഴിക്കുകയാണ്, അവിടെ ചന്ദനക്കുടം കഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകനായി 23 വർഷക്കാലം ജീവിച്ചിരുന്നിട്ട് എത്രയോ സഹാബിമാർ ഔലിയാക്കളല്ലേ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് അവരുടെ ഖബർ കെട്ടിപ്പൊക്കിയോ, അവിടെ തവാഫ് ചെയ്തോ, അവിടെ ജാറം മൂടിയോ, അവിടെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടോ, അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള തിരികൾ ഉണ്ടായിട്ടുണ്ടോ, അവിടേക്ക് മുറാദ് ഹാസിലാകാൻ വേണ്ടി മറ്റു സഹാബിമാർ കടന്നു ചെന്നിട്ടുണ്ടോ? ഇസ്ലാമിൽ രേഖയില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല അന്ത്യം ലഭ്യമാകണമെങ്കിൽ ഈ ശിർക്കൻ ബിദ്അത്ത് ഏർപ്പാടുകളിൽ നിന്ന് ഞാനും നിങ്ങളും മാറി നിൽക്കേണ്ടതുണ്ട്. അവർക്കേ നല്ല അന്ത്യം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്, പക്ഷേ ഖബർ കച്ചവടമില്ല. ഖബർ കെട്ടിപ്പൊക്കാൻ പോലും പാടില്ല എന്നാണ് ശാഫഈ മദ്ഹബ് പോലും പറഞ്ഞിട്ടുള്ളത്. വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹാ അൻ ദാലിക. അതേ പ്രിയമുള്ളവരെ, ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞത് അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ശാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ പറയുകയാണ്, ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹം പറയുകയാണ്, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ തട്ടി നിരപ്പാക്കണം, ആ ഖബറിന്മേലുള്ള കുബ്ബകളും തട്ടി നിരപ്പാക്കൽ വാജിബാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ശാഫി മദ്ഹബാണെന്ന് പറയുകയും എന്നാൽ പ്രിയമുള്ളവരെ, ശിയാക്കളുടെ അതേ രൂപം പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ ശിയാക്കളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാഫി മദ്ഹബ് പറഞ്ഞത് കുബ്ബകൾക്ക് മീതെ, ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകൾ തട്ടി നിരപ്പാക്കണമെന്നാണ്. മാത്രമല്ല ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഏതെങ്കിലും നിലക്കുള്ള വിളക്കുകൾ ഉണ്ടെങ്കിൽ, തിരികളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അവിടേക്ക് അത് വഖഫ് ചെയ്യാനോ നേർച്ച ചെയ്യാനോ പാടില്ല എന്ന് ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും രേഖപ്പെടുത്തുമ്പോ പ്രിയമുള്ളവരെ, ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവരുടെ പ്രയാസങ്ങൾ അവരോട് പറയുകയാണ്, അവരുടെ വേദനകൾ അവിടെ പോയി പറയുകയാണ്. അവർ വിശ്വസിക്കുന്നത് ഇവർ പരിഹരിക്കുമെന്നാണ്. എന്നാൽ പ്രിയമുള്ള എന്റെ സാധാരണക്കാരായ ആളുകളെ, അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അതിനെ പിടിച്ചു വെക്കാൻ അവർക്ക് കഴിയണമായിരുന്നുവല്ലോ, അല്ലേ? എന്തെങ്കിലും കഴിവ് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ജീവനെങ്കിലും അവർ പിടിച്ചു വെക്കുമായിരുന്നു.
അവരും രോഗികളായിട്ടില്ലേ? അവരും പ്രയാസങ്ങൾ അനുഭവിച്ചവരല്ലേ? അത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു നല്ല മരണത്തിന് വിഘാതമായി നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല അന്ത്യത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നല്ല ഒരു അന്ത്യമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിനെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കണം. നാളെ പരലോകത്ത് നരകത്തിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യരായ ആളുകൾ പറയുന്ന ഒരു സംസാരം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലു യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂലാ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ ആ മനുഷ്യരിങ്ങനെ മറിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഖൂലൂന, അവർ പറയുകയാണ്, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂലാ. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചില്ലല്ലോ. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. അവിടെ വെച്ചുകൊണ്ട്, നരകത്തിൽ വെച്ചുകൊണ്ട് വിലപിച്ച് കരയുകയാണ്. വഖാലു, അവർ പറയുകയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. ഞങ്ങളുടെ നേതാക്കന്മാരെയാ ഞങ്ങൾ പിൻപറ്റിയത്. ഞങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നത് അപ്പുറവും ഇപ്പുറവും നോക്കാതെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. അവർ പറയുന്നതാണ് ഹക്കെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ പിൻപറ്റിയത് ഞങ്ങളുടെ നേതാക്കന്മാരെയാണ്, ഞങ്ങളുടെ പണ്ഡിതന്മാരെയാണ്. ഫഅളല്ലൂന സബീലാ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ റബ്ബേ. അതുകൊണ്ട് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം ളിഉഫൈനി മിനൽ അദാബ് വൽഅനഹും ലഅനൻ കബീറാ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞവരാണ് റബ്ബേ, ഞങ്ങളെ വഴി പിഴപ്പിച്ചവരാണ് റബ്ബേ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുമ്പോ അല്ലാഹുവിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് അതേ അല്ലാഹുവല്ലാത്ത അമ്പിയാക്കളിലേക്കാണ്, ഔലിയാക്കളിലേക്കാണ്. അവരോടാണ് നിങ്ങൾ തേടേണ്ടത്. അതാണ് ഉത്തരം ലഭിക്കാൻ ഏറ്റവും സുഖകരമായ രീതി. അതാണ് ബെൻസുകാരിൽ പോകുന്നത് പോലെയുള്ള ആ രൂപത്തിൽ എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം അതാണ് എന്നൊക്കെ പറഞ്ഞു പല പണ്ഡിതന്മാരും ആളുകളെ വഴിപിഴപ്പിക്കുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ആ വഴിപിഴച്ചു പോയി നരകത്തിൽ പെട്ടുപോയ മനുഷ്യർ പറയുന്ന ഒരു സംസാരം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബനാ, അതേ ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളുടെ നേതാക്കന്മാരെയാ ഞങ്ങൾ പിൻപറ്റിയത്, ഞങ്ങളുടെ പുരോഹിതന്മാരെയാ ഞങ്ങൾ പിൻപറ്റിയത്. വഅളല്ലൂന സബീലാ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ റബ്ബേ. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. അവർക്ക് നീ ശാപം നൽകണേ റബ്ബേ. അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അവിടെ വെച്ചുകൊണ്ട് വിലപിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടാ നമ്മൾ ചിന്തിക്കേണ്ടത്. യൗമ യഗള്ളുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. എത്ര കൃത്യമായി കൊണ്ടാ പടച്ചറബ് പറയുന്നത്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് വിരൽ കടിച്ചു പോകുന്ന അക്രമികളായ ആളുകളെ കുറിച്ചല്ല പറയുകയാണ്. യൗമ യഗള്ളുൽ ളാലിമു അലാ യദൈഹി, അതേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ടതാ വിരൽ കടിച്ചു പോകുന്ന ആളുകളുണ്ട്. നഷ്ടപ്പെട്ടു പോയല്ലോ ജീവിതം, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ലല്ലോ, കേൾക്കേണ്ടത് കേട്ടില്ലല്ലോ, അറിയേണ്ടത് അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എന്റെ
തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിലപിച്ചു പോകുന്ന ആളുകൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവരുടെ വിരൽ കടിച്ചു പോവുകയാണ്. എന്നിട്ട് അവർ പറയും, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അത് ഞങ്ങൾ സ്വീകരിക്കാതെ പോയല്ലോ. ഞങ്ങളുടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കുന്നു. യാ വൈലതാ, ഞങ്ങളുടെ നാശമേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞവരെയാണല്ലോ സ്വീകരിച്ചത്. ലഖദ് അളല്ലനീ അനി ദിക്രി ബഅദ ഇദ് ജാഅനീ, എനിക്കിത് വന്നു കിട്ടിയതിന് ശേഷം അല്ലാഹുവിന്റെ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എനിക്ക് വന്നു കിട്ടിയതിന് ശേഷം അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ. നീ കേൾക്കണ്ടടാ, അത് പുത്തൻവാദികളാടാ, അത് കാതു കൊടുക്കണ്ടടാ, അത് വിശ്വസിക്കേണ്ടതാ, അവർ ഖുർആൻ ഓതുന്നത് നീ കേൾക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പിഴപ്പിച്ചു കളയാൻ, എന്നെ നല്ലത് കേൾക്കാൻ സമ്മതിക്കാത്ത, നന്മയുടെ ലോകത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിൽ എന്നെ പിഴപ്പിച്ചു കളഞ്ഞ പല കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവനെയാണല്ലോ ഞാൻ പിൻപറ്റിയത്, അവൻ പറഞ്ഞതാണല്ലോ ഞാൻ കേട്ടത്, അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, പിശാച് മനുഷ്യനെ ചതിക്കുന്നവൻ തന്നെയാണ്. ആ കൂട്ടുകാരനെ തിരിച്ചറിയേണ്ടത് ഇവിടെ വെച്ചുകൊണ്ടാ, അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയേണ്ടത് ഇവിടെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഉളിയത്തടുക്ക പ്രദേശത്ത് ഈ സംസാരം അവസാനിക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയുള്ള മരണമാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെടേണ്ടവരാണ്. ഈമാനോടുകൂടി മരിക്കാൻ കഴിയണോ? പടച്ച റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകള്, പടച്ച റബ്ബിലേക്ക് മാത്രം നേർച്ച വഴിപാടുകള്, പടച്ച റബ്ബിനോട് മാത്രം ഇസ്തിഗാസകള്, പടച്ച റബ്ബിലേക്ക് മാത്രം തവക്കുലുകള്, അതല്ലാത്ത ഒരു സൃഷ്ടിയിലേക്കും, അത് മനുഷ്യരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ആരുമാകട്ടെ, മരങ്ങളാകട്ടെ, ആരുമാകട്ടെ, അവരോടൊന്നും പ്രാർത്ഥനയില്ല, അവരോടൊന്നും ഇസ്തിഗാസയില്ല, അവരിലേക്ക് നേർച്ച വഴിപാടുകളില്ല. എല്ലാം റബ്ബിലേക്ക് മാത്രമാക്കുക. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. അതിൽ അടിയുറച്ചു നിൽക്കുക. എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ സൃഷ്ടിച്ചു വന്നാലും, എന്തെല്ലാം പീഡനങ്ങൾ ഉണ്ടായാലും, ആര് കല്ലെറിഞ്ഞാലും, ആര് കൂക്ക് വിളിച്ചാലും, പ്രിയമുള്ളവരെ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക. ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി പോകേണ്ടി വന്നാലും, അതെ, അതോടുകൂടി മരണപ്പെടുകയാണെങ്കിലും, പ്രിയമുള്ളവരെ, ആദർശത്തിൽ വെള്ളം ചേർത്തുകൂടാ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർത്തുകൂടാ, ശിർക്ക് ജീവിതത്തിൽ വന്നുകൂടാ, കുഫ്ർ ജീവിതത്തിൽ വന്നുകൂടാ, ഹറാം ജീവിതത്തിൽ വന്നുകൂടാ. എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ആര് നമ്മളെ കാണുന്നില്ലെങ്കിലും ആ പടച്ച റബ്ബ് നമ്മെ കാണുന്നുണ്ട്. ആരും കാണാതെ, ആരും അറിയാതെ എന്റെ ബെഡ്റൂമിലാണെന്ന് വിചാരിച്ചുകൊണ്ട് ഹറാമ് കാണുന്നുണ്ടോ? ഹറാമ് കേൾക്കുന്നുണ്ടോ? ഹറാമായ ചാറ്റിങ്ങുകളുണ്ടോ? ഹറാമായ നിലക്കുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഏർപ്പാടുകളുണ്ടോ? അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം വേണം, അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ബോധം വേണം. ആ പടച്ച റബ്ബിനെ സൂക്ഷിക്കണേ. ആ പടച്ച റബ്ബ് മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അറിയുന്നവരാണ്. ആ റബ്ബിനെ സൂക്ഷിക്കണേ. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിശുദ്ധമാകണേ. അവർക്കാണ് നല്ല അന്ത്യമുള്ളത്. ആ നിലക്ക് ലോകത്തോട് വിട പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അവന്റെ പരലോകം വിജയമാണ്, അവന്റെ കബർ വിജയമാണ്. സ്വർഗത്തിന്റെ പരിമളം അവന്റെ കബറിലേക്ക് അതേ വീശിക്കൊണ്ടിരിക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളായ കബർ നമുക്ക് വേണ്ടേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ
വിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചക അധ്യാപനങ്ങളെ പഠിക്കുക. സഹാബത്ത് എങ്ങനെയാണോ ദീന് പഠിച്ചത്, അവിടുന്ന് എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത്, അതേ രൂപത്തിൽ ദീന് മനസ്സിലാക്കുക. പരലോകത്തിന്റെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കുടുംബത്തോട് ബാധ്യതയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, അങ്ങനെ തുടങ്ങുന്ന കുടുംബങ്ങളില്ലേ, അവരോടുള്ള നമ്മുടെ ബാധ്യതയാണ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഈ ദീനറിയാത്ത, തൗഹീദ് അറിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത എത്രയോ ജനസഞ്ചയങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, എത്തിച്ചു കൊടുക്കണേ. ഇത് എത്തിച്ചു കൊടുക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിട്ടതാണ്. ഫൽയുബല്ലിഗി ഷാഹിദിൽ ഗൈബ. ഇത് നിങ്ങൾ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണേ. ആ ദീപിശിക ഏന്തി സഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദീനിന്റെ പ്രഖ്യാപനവും അതോടൊപ്പം അതിന്റെ പ്രചരണവും ഏറ്റെടുക്കേണ്ടവരാണ്. അതിന്റെ ഭാഗമാണ് ഈ ബദിയടുക്കയിലെ ഈ സീതാങ്കൊളി എന്ന പ്രദേശത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകത്ത് ഈ സംസാരം ഒരു സാക്ഷിയാണ്. ഇവിടെ നടന്ന മുഴുവൻ സംസാരങ്ങളും സാക്ഷിയാണ്. കാതുള്ളവന്റെ കാതിലേക്ക് അഞ്ഞുവീശുന്ന രൂപത്തിൽ പടച്ച റബ്ബേ, ഈ ആദർശം ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാറ്റമുണ്ടാക്കണേ റബ്ബേ, ഹിദായത്ത് നൽകണേ റബ്ബേ, ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബേ. ഇതിനു വേണ്ടി പണിയെടുത്ത എന്റെ കൂട്ടുകാർ, എന്റെ സഹപ്രവർത്തകരുണ്ട്, അഹോരാത്രം പണിയെടുത്തവർ, ഇതിനു വേണ്ടി സാമ്പത്തികമായി കൊണ്ട് ധനം നൽകിയവർ, അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഇതിനു വേണ്ടി വൈകുന്നേരം മുതൽ ഇത്രയും സമയം ഇവിടെ ഇരുന്ന എന്റെ കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ഇത് കേട്ടവരുണ്ട്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആലോചിക്കണം, ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എന്റെ ജീവിതം, എന്റെ മരണം, അതിന്റെ അവസ്ഥ എന്താകും? ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അങ്ങനെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക. ഈ ദഅവത്തിന്റെ ആശയങ്ങളെ, ഇസ്ലാമിന്റെ ആശയങ്ങളെ ഈ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുക. നമുക്കൊരിക്കലും വിശ്രമിക്കാൻ സമയമായിട്ടില്ല. പടച്ചോനാണ് സിയം എന്ന് പറയുന്ന അത്രയധികം മലീമസമായ മക്ക മുശ്രിക്കുകൾ പോലും പറയാത്ത വാദം മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്റെ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമുക്കടങ്ങിയിരിക്കാൻ സമയമായിട്ടില്ല. കാതുള്ള മനുഷ്യരുള്ള മുക്കുമൂലകളിൽ ഈ ആദർശത്തെ എത്തിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും അഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയുന്ന മുഅ്മിനുകളായ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദീന് പഠിക്കാൻ നൂറുകണക്കിന് സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കിരുന്ന് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ, നിങ്ങളുടെ ഐഫോണുകളിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന 24 മണിക്കൂറും ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പീസ് റേഡിയോ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഡിഗ്രി തലത്തിലുള്ള SLC കഴിഞ്ഞ കുട്ടികൾക്കുള്ള, ഡിഗ്രി തലത്തിലുള്ള, +2 തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് CRE സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അയക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ധാരാളം സംവിധാനങ്ങളുണ്ട്. ധാരാളം ദീന് കേൾക്കാനും പഠിക്കാനും ഓരോ ദിവസങ്ങളിലും നേർവഴി എന്ന് പറഞ്ഞ 5 മിനിറ്റ് സംസാരങ്ങൾ, ദീനിനെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ട്. നിങ്ങളത് കേൾക്കുകയും അത് ലഭിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അന്നൂർ എന്ന കോഴ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. QHLS-കളുണ്ട് സമീപ പ്രദേശങ്ങളിൽ, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും പ്രിയമുള്ളവരെ,
ആ സത്യത്തിന്റെ മാർഗം സ്വീകരിക്കാൻ കഴിയുന്ന ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ, അല്ലാഹുവേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല, യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് മരണമില്ലാത്ത ലോകമാണ്. അതേ സ്വർഗമാണ് അവസാനം, അല്ലെങ്കിൽ നരകമാണ് അവസാനം. ഏത് വേണമെന്ന് ആലോചിക്കേണ്ടത് ഇവിടെ വെച്ചുകൊണ്ടാണ്. ഓരോ ആണും പെണ്ണും ആലോചിക്കണം. തന്റെ ഈ പ്രവർത്തനം, തന്റെ ഈ സംസാരം, തന്റെ ഈ വിശ്വാസം, തന്റെ ഈ പ്രവർത്തനങ്ങൾ ഇതെന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമോ നരകത്തിലേക്ക് എത്തിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടത്, ഓരോ സംസാരങ്ങളും നടത്തേണ്ടത്. ആ നിലക്ക് ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ഓരോ ആരാധനകൾ നിർവഹിക്കുമ്പോൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടും, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന നിലക്ക് നിങ്ങൾ നമസ്കരിക്കണമെന്നാണ്. അതെ, അപ്പോഴേ ഭയഭക്തി ഉണ്ടാവുകയുള്ളൂ. മരണത്തെ സദാ ഓർക്കുമ്പോൾ പടച്ചറബിലേക്ക് തൗബ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. മരണത്തെ സദാ ഓർക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് പ്രിയമുള്ളവരെ അവസരങ്ങൾ ഉണ്ടാകും. ആ നിലക്ക് നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംസാരവും ഇവിടെ നടന്ന സംസാരങ്ങളും കേൾവിയുമെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള പരിപാടികൾ സജീവമായി പങ്കെടുത്തിരുന്ന നമ്മുടെ എത്രയോ സഹോദരങ്ങൾ ഇന്ന് 6 അടി മണ്ണുകൾക്ക് താഴെയാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.